ഹലോ മക്കളെ, വെൽക്കം ടു എക്സാമിനർ. മക്കളെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ള ഈ കിടിലം ചാപ്റ്ററിനെ ഒരു 10 ഷോർട്സിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സെറ്റായി അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് വെറും 10 ഷോർട്സിലൂടെ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ പാർട്ടിലേക്കാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ പാർട്ടുകൾ നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് മുഴുവൻ നിങ്ങളുടെ സപ്പോർട്ട് ഇതാ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. ഒരു വൈറ്റ് ഹേർട്ടുകളൊക്കെ ഇട്ടാണ്ട് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പം നോക്കണം, ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ അറിയോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതായത് പ്രകാശിക സാന്ദ്രതയെക്കുറിച്ചാണ്. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, സിമ്പിളാണ്. നമുക്കറിയാം റോഡിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത്, നമുക്കറിയാം റോഡിൽ എന്തുണ്ടാകുന്ന സമയത്ത്, നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അവിടെ സ്പീഡ് എന്ത് ചെയ്യൂടാ, സ്പീഡ് കുറയും അല്ലേ. റോഡിൽ ബ്ലോക്ക് ഇങ്ങനെ കൂടുമ്പോൾ, നല്ല ബ്ലോക്ക് റോഡിൽ ഉണ്ടാകുന്ന സമയത്ത് സ്പീഡ് കുറയും. അപ്പോൾ റോഡിൽ ബ്ലോക്ക് കുറഞ്ഞാലോ സ്പീഡ് എന്ത് ചെയ്യൂടാ, സ്പീഡ് കൂടും. അപ്പം ഞാൻ മക്കളോട് ചോദിക്കട്ടെടാ, നമ്മുടെ സ്പീഡിനെ ആരാണ് സ്വാധീനിക്കുന്നത്? ബ്ലോക്കാണ് സാറേ. നമ്മുടെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാ? ബ്ലോക്കാ. ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ നമുക്ക് പോവായിരുന്നു. പക്ഷെ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞത്. അപ്പം നമ്മൾ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബ്ലോക്കാന്ന് മനസ്സിലായി, സ്പീഡിനെ സ്വാധീനിക്കുന്നത് ബ്ലോക്കാന്ന് മനസ്സിലായി. ഇത് നമ്മളെ കാര്യമാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ലൈറ്റിനെ കുറിച്ചാണ്. ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതിന് ബ്ലോക്ക് എന്നല്ല വിളിക്കുക, വേറെ പേര്, നല്ല പേര്. ഓക്കെ, എന്താണ് ദ എബിലിറ്റി ഓഫ് എ മീഡിയം, ഒരു മീഡിയത്തിന്റെ കഴിവാ എന്തിനുള്ള, ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡിനെ ശ്രദ്ധിച്ചേ, ലൈറ്റിന്റെ സ്പീഡ് ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മാധ്യമത്തിലൂടെ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. മക്കളോട് ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും, കുറേ ബ്ലോക്കാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ, പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യൂടാ, കുറയും. അതാണ് അടുത്ത പോയിന്റ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ സ്പീഡ് കുറയും. എന്നാൽ സാർ ചോദിക്കട്ടെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴോ പ്രകാശിക സാന്ദ്രത കുറയുമ്പം സ്പീഡിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കമന്റ് ചെയ്യുക. ഈ കമന്റ് കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 10 വീഡിയോയിലോടുകൂടി 10 പാർട്ടോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ പൊളിച്ചടക്കും. അപ്പം മക്കളെ, വീണ്ടും കാണാം ശുഭപ്രതീക്ഷയോടെ. നിങ്ങളുടെ വിശാൻ സാർ.